ഈ ആഭ്യന്തര വകുപ്പ് കൈകാര്യം ചെയ്യുന്ന ഇന്നത്തെ മുഖ്യമന്ത്രി പണ്ട് പ്രതിപക്ഷ നിരയിലിരുന്നപ്പോൾ അന്നത്തെ ആഭ്യന്തരമന്ത്രിയോടൊരു ചോദ്യം ചോദിച്ചു, പോലീസുകാരെ കയറൂരി വിടാനാണോ ഭാവം എന്ന്. ഇന്ന് അതേ ചോദ്യം ഈ മുഖ്യമന്ത്രിയിലേക്ക് വന്ന് പതിച്ചിരിക്കുകയാണ്. പ്രതിപക്ഷ നിരയിൽ നിന്നും കേരളത്തിലെ ജനങ്ങൾ മുഴുവൻ ചോദിക്കുന്ന ചോദ്യമാണ്. ഈ കാക്കി നിറം കാണുമ്പോൾ തന്നെ ജനത്തിന് ആകെ ഒരു അരിശം കൊള്ളുകയാണ്. ഇതിനോടൊരു വെറുപ്പാണ്. നിറം മാറ്റിയത് കൊണ്ട് കാര്യമില്ല. ഒരു കാലത്തിൻ്റെ കാവ്യനീതി എന്നതിനെ കുറിച്ച് പറയാൻ പറ്റും. ഒരു കമ്മ്യൂണിസ്റ്റ് നേതാവാണ് ശ്രീമാൻ പിണറായി വിജയൻ. ഭരണകൂടത്തിൻ്റെ ഒരുപാട് ഭീകരതകൾ ഏറ്റുവാങ്ങിയിട്ടുള്ള സമൂഹം എന്നാണ് അവരെ കമ്മ്യൂണിസ്റ്റുകാരെ കുറിച്ചൊക്കെ പറയുന്നത്. എന്നാൽ പ്രത്യക്ഷത്തിൽ നമുക്ക് ചില ഉദാഹരണങ്ങളുണ്ട്. അടിയന്തരാവസ്ഥ കാലത്ത് ഏറ്റവും കൂടുതൽ പോലീസ് മർദ്ദനമേറ്റ് പോലീസ് സ്റ്റേഷനകത്ത് എങ്ങനെയാണ് മർദ്ദനമേറ്റതെന്നൊക്കെ ഒരാളാണ് പിണറായി വിജയൻ. അദ്ദേഹം പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്, എൻ്റെ കൈയും കാലും അടിച്ചതും ഇടിച്ചതും ഒക്കെ അദ്ദേഹം സൂചിപ്പിക്കുകയുണ്ടായിട്ടുണ്ട്. പക്ഷെ ഒരു ഭരണാധികാരി എന്ന് പറഞ്ഞു വരുമ്പോൾ അത് ആവർത്തിക്കപ്പെടാതിരിക്കാൻ ക്ഷമിക്കേണ്ട ഒരു ധാർമ്മികമായൊരു ഉത്തരവാദിത്വം അദ്ദേഹത്തിനുണ്ട്. അതാണ് ഇപ്പം നഷ്ടപ്പെട്ടു പോയത്. ഭരണത്തിൽ വരുമ്പോൾ സ്വഭാവം മാറുക. ഇന്നലെ വരെ ഞാൻ അനുഭവിച്ചതും ചോദിച്ചതും പറഞ്ഞതും എല്ലാം അത് മറന്നിട്ട് പുതിയ ഒരാളായി മാറുന്നൊരു സമയമാണ് എല്ലാ ഭരണാധികാരികൾക്കും ഉണ്ട്. അത് ഇദ്ദേഹത്തിനും സംഭവിച്ചിട്ടുണ്ട്. വലിയ മനുഷ്യാവകാശ ലംഘനങ്ങളാണ് ഇപ്പോൾ നടക്കുന്നത്. താങ്കൾ സൂചിപ്പിച്ചതുപോലെ നിറം മാറിയതുകൊണ്ട് ഒരു കാര്യമില്ല, മനോഭാവം മാറണം. പോലീസ് എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ സാധാരണക്കാരായ ജനങ്ങളുടെ സംരക്ഷിക്കാൻ, അവർക്ക് സംരക്ഷണം നൽകുവാനുള്ള ഒരു സ്ഥലമാണ് പോലീസ്, അല്ലെങ്കിൽ ഒരു മേഖലയാണ് പോലീസ് എന്നുള്ളൊരു ബോധം അവർക്ക് വേണം. ഞാൻ ഈ യൂണിഫോം ഇടുന്നത് ഈ ജനങ്ങളുടെ പൗരാവകാശം സംരക്ഷിക്കുന്നതിനാണ്, ഈ നാടിനെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടാണ്, ഈ ഭരണഘടനയെ സംരക്ഷിക്കുന്നതിനാണ് എന്നുള്ളൊരു ബോധം പോലീസിന് വേണം. അത് നിർഭാഗ്യവശാൽ നഷ്ടപ്പെട്ടിട്ടുണ്ട്. അതെല്ലാ ഭരണാധികാരികളും ഒരു ഉത്തരവാദികളാണ്. അവരുടെ അധികാരവും നിയമവിരുദ്ധവുമായ കാര്യങ്ങൾ നടപ്പിൽ വരുത്തുവാനുള്ള ഒരു ഉപാധിയാണ്, അല്ലെങ്കിൽ ഉപകരണമാണ് പോലീസ് എന്നവർ നിശ്ചയിച്ചിട്ടുണ്ട്. ഒരിക്കൽ ഒരു കർണാടക മുഖ്യമന്ത്രിയായിരുന്നപ്പോൾ ഒരു രാഷ്ട്രീയ നേതാവിന് ഒരു ബോർഡ് കൊടുത്തു. ആ ബോർഡ് കൊടുത്തപ്പോൾ അതിൻ്റെ ഇൻ്റർവ്യൂവിൽ ഇദ്ദേഹത്തിന് കുറേ താല്പര്യങ്ങൾ ഉള്ളതുകൊണ്ട് അദ്ദേഹം ഈ ബോർഡ് ചെയർമാനെ ഫോണിൽ വിളിച്ചു, വരണം, എനിക്ക് അതിനെക്കുറിച്ച് കാര്യങ്ങൾ പറയാനുണ്ട്, അതിന് ചെയ്യേണ്ടത് ന്യായമാണോ അന്യായമാണോ അതെനിക്കറിയില്ല. പക്ഷേ അദ്ദേഹം ഇയാളൊരു നിർദ്ദേശം കൊടുക്കുന്നതിന് വേണ്ടി ബോർഡ് ചെയർമാൻ വിളിച്ചു. ബോർഡ് ചെയർമാൻ ഫോൺ ഓഫ് ചെയ്തിട്ടിട്ട് മുങ്ങി. എന്നോട് അനുഭവത്തിൽ അദ്ദേഹം തന്നെ പറഞ്ഞത്, ഈ ചെയർമാൻ തന്നെ എന്നോട് സുഹൃത്തായിരുന്നപ്പോൾ പറഞ്ഞാണ് പിന്നീട് ഒരു കാലഘട്ടത്തിൽ അത്ര വക്കീലായിട്ട് വന്നപ്പോൾ. പക്ഷെ അദ്ദേഹം വന്ന് അവിടുത്തെ CIക്ക് ഓർഡർ കൊടുത്തു, അവനെ ഒന്ന് എൻ്റെ മുന്നിൽ ഹാജരാക്കാൻ. CI പോയി ആ ചെയർമാനെ അറസ്റ്റ് ചെയ്ത GP രാവിലെ വീട്ടിൽ നിന്ന് ഉറക്കം എഴുന്നേറ്റ് വീട്ടിൽ ചെന്ന് പിടിച്ച് ജീപ്പിലിട്ട് ഇദ്ദേഹത്തിൻ്റെ മുമ്പ് കൊണ്ടാക്കി കൊടുത്തു. ചീഫ് മിനിസ്റ്റർ ഈ പണി ചെയ്യിക്കുന്നതിന് വേണ്ടിയിട്ടാണോ ഒരു പോലീസിനെ ഉപയോഗിക്കേണ്ടത്? ഞാൻ പറഞ്ഞത്, ഓരോരുത്തരും അവരുടെ താല്പര്യങ്ങൾക്ക് വേണ്ടിയിട്ട് പോലീസിനെ ഉപയോഗിക്കുന്നു. അപ്പോൾ അത് ഭരണപക്ഷമായാലും പ്രതിപക്ഷമായാലും അധികാരത്തിൽ വരുമ്പോഴും മാറിയും പോലീസിനെ നിയമവിരുദ്ധമായിട്ടുള്ള വ്യക്തി താല്പര്യങ്ങൾക്ക് ഉപയോഗിക്കുമ്പോൾ അവൻ കുറച്ചുകൂടി അപ്പുറം ചെയ്യും. അവൻ കുറെ കൂടെ അതിന് കിടന്ന് ചെയ്യും. അവൻ്റെ താല്പര്യങ്ങൾ സംരക്ഷിക്കുന്നതിന് വേണ്ടി പോലീസ്, അല്ലെങ്കിൽ അവർ ആരുടെയെങ്കിലും താല്പര്യങ്ങൾ സംരക്ഷിക്കേണ്ടി വന്നാൽ അവനത് ചെയ്യും. അതുകൊണ്ട് ഇപ്പം നമുക്ക് സംഭവിച്ചിട്ടുള്ളത്, നിയമവിരുദ്ധമായി കാര്യങ്ങൾ ചെയ്യുന്ന ഒരു ക്രിമിനൽ സങ്കേതമായി അല്ലെങ്കിൽ കൂട്ടമായി പോലീസ് മാറിയിട്ടുണ്ട്. പോലീസ് എന്ത് ജനാധിപത്യ വിരുദ്ധമായിട്ടുള്ള മൗലികാവകാശങ്ങളെ ലംഘിച്ചാലും, നഗ്നമായി ലംഘിച്ചാലും, ആരെങ്കിലും ചോദ്യം ചെയ്താൽ പോലീസിൻ്റെ മൊറാലിറ്റിയെ ബാധിക്കും. അവരെ ഈ പോലീസിൻ്റെ അവരുടെ പ്രവർത്തന ശൈലിയെ തകർക്കും, അവരുടെ മനോവീര്യം തകർക്കും എന്ന് പറഞ്ഞുകൊണ്ട് ഈ ജനാധിപത്യ വിരുദ്ധമായിട്ടുള്ള മൗലികാവകാശങ്ങളെ ലംഘിക്കുന്ന ഈ കാടൻ നടപടികളെ ന്യായീകരിക്കാൻ അപ്പോൾ അധികാരത്തിൽ വരുന്ന ഭരണാധികാരികൾ തയ്യാറാകുന്നുണ്ട്. നിങ്ങൾ ആലോചിച്ച് നോക്കുക, ഒരു പുരോഗമനമായിട്ട് ഭരണകൂടം, ഭരണഘടന ഒരു ജനാധിപത്യ ബോധത്തിൽ അടിയുറച്ച് വിശ്വസിച്ചുകൊണ്ട്
നമ്മുടെ ജനങ്ങളുടെ മൗലിക അവകാശങ്ങളെയൊക്കെ സംരക്ഷിക്കുമെന്ന് സത്യപ്രതിജ്ഞ ചെയ്ത ഒരു ഭരണകൂടം അധികാരത്തിൽ ഇരിക്കുമ്പോൾ അന്വേഷണത്തിൻ്റെ ഭാഗമായി നിരപരാധികളായ ആളുകളെ അന്വേഷണ പ്രക്രിയയ്ക്ക് വേണ്ടിയിട്ട് അറസ്റ്റ് ചെയ്ത് അല്ലെങ്കിൽ വിളിച്ചുകൊണ്ടുപോയി ചോദ്യം ചെയ്തതിന് തിരിച്ച് വന്ന ആളുകൾ അവരെല്ലാം ബസ് സ്റ്റാൻഡിൻ്റെ മുന്നിലും ആശുപത്രി തിണ്ണയിലും ഇരുന്ന് കുരച്ചുകൊണ്ട് ഭിക്ഷയാചിക്കുന്നത് കാണുമ്പോൾ ഇതൊക്കെ ഒരു പുരോഗമനപരമായ പൗരസംരക്ഷണത്തിൻ്റെ ഭാഗമാണെന്ന് നമുക്ക് കാണാൻ കഴിയുമോ? വിലയിരുത്താൻ കഴിയുമോ? ഇല്ല. അവനെ ഒരു അന്വേഷണത്തിൻ്റെ ഭാഗത്തിന് കൊണ്ടുപോയി ആവശ്യമില്ലെങ്കിലും മൃഗീയമായി മർദ്ദിച്ച് സ്വന്തം നിത്യജീവിതത്തിന് പോലും വക കണ്ടെത്താൻ കഴിയാതെ, ജോലി ചെയ്യാൻ കഴിയാതെ, കുടുംബം വളർത്താൻ കഴിയാതെ തെരുവിലിരുന്ന് യാചിക്കുന്നതാണ് കാണുന്നത്, കുരയ്ക്കുന്നതാണ് കാണുന്നത്. ഇത് അവസാനിപ്പിക്കേണ്ടതല്ലേ? ഒരു പുരോഗമന ഒരു രാജ്യത്ത്, മതേതരമായിട്ടൊരു പ്രവർത്തിക്കുന്ന ഒരു രാജ്യത്ത്, പൗരാവകാശങ്ങൾ സംരക്ഷിക്കപ്പെടുന്ന ഒരു രാജ്യത്ത്, ഭരണഘടനയിൽ തൊട്ട് സത്യം ചെയ്യുന്ന റൂൾ ഓഫ് ലോ നിലനിൽക്കുന്ന ഒരു സംസ്ഥാനത്ത് അല്ലെങ്കിൽ ഒരു രാജ്യത്ത് അത് പാടുണ്ടോ? ഇതാണ് നമ്മൾ ചോദ്യം ചെയ്യപ്പെടേണ്ടത്. നമ്മൾ ഈ ജനമൈത്രി പോലീസ് എന്നൊക്കെ വിശേഷണങ്ങളും ഒക്കെ കൊടുത്ത് ബോർഡും ഒക്കെ ഔദ്യോഗികമായിട്ട് സ്ഥാപിക്കുകയൊക്കെ ചെയ്തിട്ടുള്ളതുമാണ്. ഒരിക്കലും ജനങ്ങളുമായിട്ടൊരു ഫ്രണ്ട്ലി ആകാൻ കഴിയുന്നില്ല എന്നുള്ളതാണ്. അല്ല, അത് നിങ്ങൾ മൈത്രി എന്ന് എഴുതി വെച്ചോണ്ട് കാര്യമില്ല. അതാണ് ഞാൻ പറഞ്ഞത്, ഡ്രസ്സ് മാറ്റിയത് കൊണ്ട് കാര്യമില്ല. നിങ്ങൾ പോലീസ് സ്റ്റേഷനിൽ ചെന്നിട്ട് വിസിറ്റേഴ്സ് റൂം, ഗസ്റ്റ് റൂം എന്ന് എഴുതിയിരിക്കും. നിങ്ങളൊന്ന് ഇരുന്ന് നോക്കുക. അവിടെ ഇരുന്നുകൊണ്ടൊരു അവിടെ GD നിൽക്കുന്ന ആളിനോട് ഒരു ഗ്ലാസ് വെള്ളം വേണമെന്ന് പറഞ്ഞു നോക്കുക. അപ്പോഴും മനസ്സിലാവും മൈത്രി. ഏറ്റവും ഈ മൈത്രി ഒന്നും വേണ്ട, പോലീസ് കംപ്ലൈൻറ്റ് അതോറിറ്റി എടുത്താൽ മതി. ഇത്രമാത്രം അപഹാസ്യമായൊരു സ്ഥാപനം വേറെ ഇല്ല. ഒരു പോലീസുകാരനെതിരായിട്ടും നടപടി എടുക്കാൻ പറ്റും. ഉള്ളി റെക്കമെൻഡേഷൻ ചെയ്ത ഗവൺമെൻറ് തീരുമാനിക്കുന്ന നടപടി എടുക്കണം. അത് എന്ത് വേണോ? പോലീസ് കംപ്ലൈൻറ്റ് അതോറിറ്റി അതിൻ്റെയൊക്കെ നിയമങ്ങൾ മാറ്റം വരുത്തി ഒരു ജഡ്ജിയെ, സിറ്റിംഗ് ജഡ്ജിമാരെ അതിന് ചുമതലപ്പെടുത്തി നടപടിയെടുക്കാൻ, അതിന് പല്ലും നഖവും കൊടുക്കാൻ തയ്യാറാണ്. അതാണ് വേണ്ടത്. ഈ അക്രമങ്ങൾ കാണിക്കുന്ന ആളുകൾ, ഇപ്പം നമുക്കറിയാലോ, ഇപ്പോൾ നമ്മുടെ ഓരോ കേസിൻ്റെ വിധി വരുന്നത് 20 വർഷം 30 വർഷം. ഒരാളിനെ എങ്ങനെ തങ്ങൾക്ക് ഏൽക്കുന്ന ക്രൂരതയ്ക്കെതിരായി നീതി കിട്ടുന്നതിന് വേണ്ടിയിട്ട് വർഷങ്ങളോളം കയറി ഇറങ്ങേണ്ടി വരും. അവിടെയെല്ലാം ആശ്രയിക്കേണ്ടി വരുന്നത് വീണ്ടും ഈ പോലീസിനെ തന്നെയാണ്. തെളിവുകൾ ഹാജരാക്കുന്നതിനും വിസ്തരിക്കുന്നതിനും രേഖകൾ കൈവും. ഇപ്പം തന്നെ ഈ അടുത്ത കാലത്ത് വന്ന പോലീസ് മർദ്ദനത്തെക്കുറിച്ച് നമ്മൾ കണ്ട, അതാണല്ലോ വലിയ വൈകാരികമായി പുറത്തു വന്നത്. എത്ര വർഷം ഫൈറ്റ് ചെയ്തിട്ടാണ് ആ CCTV ദൃശ്യം വന്നിട്ടുള്ളത്. ഇപ്പോൾ സുപ്രീം കോടതി ഇന്നലെ വളരെ വ്യക്തമായിട്ട് പറഞ്ഞു, ഓട്ടോമാറ്റിക്കായിട്ട് CCTV പ്രവർത്തിക്കണം, ആർക്കും അതിൽ ഇടപെടാൻ കഴിയില്ലെന്ന്. അതുകൊണ്ട് പരിഹാരം ഉണ്ടാവുമോ? പോലീസിൻ്റെ മനോഭാവം മാറ്റണം. ജനാധിപത്യ വിരുദ്ധമായി ഈ ഏറ്റവും പ്രധാനം ഒരു മനുഷ്യൻ്റെ മൗലികാവകാശത്തിൻ്റെ സംരക്ഷണമാണ്. അത് കോട്ടം തട്ടുന്ന രീതിയിൽ പ്രശ്നം വന്നാൽ ഒരു ദാക്ഷിണ്യവും കാണിക്കില്ല എന്ന് പറയണം. ഒരു അഭിഭാഷകൻ പോലീസ് സ്റ്റേഷനിൽ ചെന്നപ്പോൾ ഓട്ട കാര്യമില്ലെന്നാണ് എൻ്റെ അഭിപ്രായം. പക്ഷെ അഭിഭാഷകൻ പോയപ്പോഴും അവനോട് പെരുമാറിയത് കണ്ടല്ലോ, ഏട്ടാ പോടാ. അല്ല, കേരളത്തിൽ യൂസ് ചെയ്യുന്ന വാക്കുകൾ അച്ഛൻ്റെയും മകൻ്റെയും മുന്നിൽ നിർത്തി തെറി വിളിക്കുക, അമ്മയും മകളും നിർത്തിക്കൊണ്ട് തെറി വിളിക്കുക, എന്ത് സംസ്കാരമാണിത്? പക്ഷെ ഒരു കാര്യം, ഈ അനുഭവിക്കുന്ന ആളുകൾ ഇതിനെ ന്യായീകരിക്കാൻ മുകൾ ഉദ്യോഗസ്ഥന്മാർ വരുമ്പോൾ അവരാലോചിക്കേണ്ട, അവരുടെ മകൾക്കോ അവരുടെ മകനാണോ ഇങ്ങനൊരു അവസരം പൊതുസമൂഹത്തിൽ പൊതുനിരത്തിൽ വെച്ചുണ്ടാക്കിയാൽ എന്തായിരിക്കും നിങ്ങളുടെ റെസ്പോൺസ്? എന്തായിരിക്കും നിങ്ങളുടെ പ്രതികരണം? എന്തായിരിക്കും നിങ്ങളുടെ നടപടി? ഇത് ഈ ന്യായീകരിക്കാൻ പല SP-മാരും DGP-മാരും DIG-മാരും IG-മാരൊക്കെ വന്നിട്ട് താഴെയുള്ള ഈ ക്രൂരത ന്യായീകരിക്കാൻ ശ്രമിക്കുന്നുണ്ട്. ഞാൻ ചോദിക്കുന്നത്, അവരുടെ അമ്മയ്ക്കോ അച്ഛനോ മക്കൾക്കോ പൊതുതരത്തിൽ വെച്ച് ഈ ഒരു അനുഭവം ഒരു പോലീസുകാരന് ഉണ്ടായാൽ എങ്ങനെയായിരിക്കും നിങ്ങൾ പ്രതികരിക്കുന്നത്? അതല്ലേ മറ്റത് അച്ഛൻ്റെയും അമ്മയുടെയും മകൻ്റെയൊക്കെ മുന്നിൽ വെച്ചുള്ള അവരുടെ ധാർഷ്ട്യം, തെറിവിളി. ഈ കേരളത്തിൽ ഉടനീളം അക്രമ പരമ്പര നടന്നിട്ട് പോലും പോലീസ് സ്റ്റേഷനിലെ മുഖ്യമന്ത്രി പറഞ്ഞത് എന്താണ്? ഒറ്റപ്പെട്ട സംഭവം. അത് തന്നെയാണ് ഈ കുഴപ്പം. ഈ ഓരോ ഒറ്റപ്പെട്ട സംഭവം എന്ന് പറയുമ്പോൾ മുഖ്യമന്ത്രി ആലോചിക്കാനുള്ളത്, ഇത് സമൂഹ വിഭാഗം നടത്തുന്ന പോലെ എല്ലാവരെയും ഒരുമിച്ചുകൊണ്ടിട്ട് അടിക്കാനല്ല, ഓരോ സ്ഥലത്താണ് നടക്കുന്നത്. ഒറ്റപ്പെട്ടത് തന്നെയാണ്. അല്ലാതെ ഇപ്പോൾ പോലീസ് കേരളത്തിലുള്ള മുഴുവൻ ആളുകളെയും വിളിച്ചുകൊണ്ട് ഒരു സ്ഥലത്ത് കൊണ്ടിട്ട് അടിക്കുകയല്ലല്ലോ ചെയ്യുന്നത്. കൂട്ടായ പ്രവർത്തനം എന്ന് പറയുമ്പോൾ ഇത് ഒറ്റപ്പെട്ട സംഭവമാണ്. ഓരോ സ്ഥലത്തും ഓരോ പോലീസ് സ്റ്റേഷനിലാണ് നടക്കുന്നത്. അത് ഒറ്റപ്പെട്ട ഒന്ന് നടന്നതിന് ശേഷം 10 ദിവസം കഴിഞ്ഞിട്ടാണ് അടുത്ത് നടക്കുന്നത്. അത് കൂട്ടായ പ്രവർത്തനം എന്ന് പറയാൻ പറ്റില്ലല്ലോ. ഈ മുഖ്യമന്ത്രിയുടെ ഓഫീസ് അല്ലെങ്കിൽ പോലീസ് വകുപ്പ് ഈ CCTV
ക്യാമറകൾ ഒന്ന് പരിശോധിക്കാൻ SP-മാർക്ക് നിർദ്ദേശം കൊടുക്കുക. പരിശോധിച്ചിട്ട് ഓരോ ആഴ്ചയിലും ഉള്ള പരിശോധിച്ചിട്ട് വിരുദ്ധമായിട്ട് മൗലികാവകാശങ്ങൾ ലംഘിക്കുന്ന തരത്തിൽ ഉണ്ടായാൽ അപ്പം അവിടെ വെച്ച് നടപടി സ്വീകരിക്കാൻ പറയും. പക്ഷെ ഒരു കാര്യമുണ്ട്, ഒരേ SP-ക്കും കഴിയില്ല. അതിനേക്കാൾ മുകളിലാണ് അസോസിയേഷൻ. താഴെയുള്ള അസോസിയേഷൻ ആയാലും ഓഫീസ് അസോസിയേഷൻ ആയാലും ഒരാളിനും താഴെയുള്ള ഉദ്യോഗസ്ഥർ നടപടി എടുക്കാൻ കഴിയില്ല. ഈ പൊതുനിരത്തിൽ വെച്ചാണ് നമുക്ക് അവരെ ചോദ്യം ചെയ്യാൻ പറ്റത്തില്ല. ചോദ്യം ചെയ്താൽ പറയും കൃത്യനിർവഹണത്തിൽ വകുപ്പുണ്ട്. മാത്രമല്ല, ഇവരെ ചോദ്യം ചെയ്യുന്ന ഇഷ്ടമല്ല. ഇപ്പൊ ഈ ഒരു യൂത്ത് കോൺഗ്രസ്സുകാരന് അടികിട്ടിയത് എന്തുകൊണ്ടാണ്? അവന്റെ സഹപ്രവർത്തകരെ പോലീസ് വന്നിട്ട് ക്രൂരമായി അവരോട് പെരുമാറിയപ്പോൾ അവരെ ചോദ്യം ചെയ്തു. നീ ചോദ്യം ചെയ്യാൻ ആര്? അതാണ് മനോഭാവം. ഈ വസ്ത്രം ധരിച്ചു കഴിഞ്ഞാൽ, പോലീസ് യൂണിഫോം ഇട്ട് കഴിഞ്ഞാൽ വേറെ എന്തോ ഒരു സാധനം അവർക്ക് ശരീരത്തിൽ ആവാഹിച്ചതുപോലെയാണ്. അത് കഴിഞ്ഞു കഴിഞ്ഞാൽ ആരും ചോദ്യം ചെയ്യാൻ പാടില്ല, നിയമം ചോദിക്കാൻ പാടില്ല, റെക്കോർഡ് ചെയ്യാൻ പാടില്ല. ഈ ഒരു സമീപനം ഇവർക്കുണ്ട്. ഇത് മാറിയേ പറ്റൂ. ഇത് മാറ്റേണ്ടതാരാണ്? അപ്പോൾ ഭരണത്തിൽ വരുന്നത് നിങ്ങൾ മറ്റു വകുപ്പുകൾ പോലെയാണ് പോലീസും. എല്ലാ വകുപ്പിലും ചോദ്യം ചെയ്യാനുള്ള അവകാശമുണ്ട്. പൗരനാണ് വലുത്. ഇപ്പോൾ രാജാധികാരം ഉണ്ടായിരുന്ന സമയത്ത് രാജാവിൻ്റെ രണ്ട് മൂന്ന് കാര്യങ്ങളുണ്ട്. അന്ന് പ്രജയായിരുന്നു. അന്ന് പ്രജയായിരുന്നു. 2-3 കാര്യങ്ങളൊന്ന്, രാജാവിൻ്റെ മേൽക്കോയ്മ അംഗീകരിച്ചു കൊടുക്കണം, രാജാവ് നിശ്ചയിക്കുന്ന കരം കൊടുക്കണം, രാജാവ് പിൻതലമുറക്കാരനായിട്ട് വരുന്ന യുവരാജാവിനെ അഭിഷേകം ചെയ്യുന്ന ആളിനെ നമ്മളങ്ങ് അംഗീകരിച്ചു കൊടുക്കണം. ഇത്രയേ ഉള്ളൂ. ഈ ജനാധിപത്യം വന്നപ്പോൾ ഈ പ്രജ പൗരനായി മാറി. അന്ന് രാജാവ് കയ്യിൽ വെച്ചുകൊണ്ടിരുന്ന അധികാരം, രാജാവിൻ്റെ കയ്യിലുള്ള അധികാരം ഈ താഴെ പ്രജകളുടെ കയ്യിലേക്ക് എത്തിയിരിക്കുകയാണ്. അവനാര് ഭരിക്കണം, എങ്ങനെ ഭരിക്കണമെന്ന് നിശ്ചയിക്കാനുള്ള അവകാശം നമ്മുടെ കയ്യിൽ തരികയാണ്. അപ്പോൾ ഈ രാജസേവകന്മാരും രാജകിങ്കരന്മാരും ഉണ്ടായിരുന്നത് പോലെ ഈ ഭരണത്തിൻ്റെ ഈ ഇതുണ്ടല്ലോ, ഈ അകത്തളങ്ങളിൽ ചില രാജസേവകന്മാരും കിങ്കരന്മാരെ പോലെ ചില അധികാരത്തിൻ്റെ താക്കോൽധാരികളായി കുറേ ആളുകൾ വന്നിട്ടുണ്ട്. അവരാണ് ഈ ചെയ്യുന്നത്. അത് നിയന്ത്രിക്കാനുള്ളതാണ് ജനാധിപത്യ വ്യവസ്ഥയിൽ ഈ 5 വർഷം കുടുംബം വോട്ട് ചെയ്ത് ഏൽപ്പിക്കുന്നത്. അത് ചെയ്യണം. അത് ചെയ്യാതെ ഈ പോലീസിനെ ചോദ്യം ചെയ്യാൻ പാടില്ല. നിയമം, ഞാൻ പറയുന്നത് ഇവർക്ക് വേണ്ടിയിട്ടൊരു പ്രത്യേക കോടതി വേണം. ഇതിപ്പോൾ 10-50 വർഷം കഴിഞ്ഞിട്ട് ഇപ്പോൾ ജനപ്രതിനിധികൾക്ക് അവരുടെ കേസുകൾ പെട്ടെന്ന് തീർക്കാനും, അതുപോലെ ഇപ്പോൾ ഇലക്ഷൻ കേസ് വന്നാൽ പോലും 3 മാസത്തിനകത്ത് തീർക്കണമെന്നാണ് പറയുന്നത്. ഈ ചില തദ്ദേശ സ്റ്റേറ്റ് ഇലക്ഷൻ കമ്മീഷൻ്റെയൊക്കെ നിയമങ്ങൾ വരുമ്പോൾ പല കേസുകളും ഇത്ര പീരീഡിനകത്ത് തീർക്കണമെന്ന്, പോലീസ് അട്രോസിറ്റിയെ സംബന്ധിച്ച് ഇത്ര കാലത്തിനകത്ത് തീർക്കണം എന്ന് നിയമം വ്യവസ്ഥ ചെയ്യണം. പ്രത്യേക കോടതികൾ ഉണ്ടാക്കണം. വേണമെങ്കിൽ പ്രോസിക്യൂട്ടിംഗ് ഏജൻസിക്ക് പ്രത്യേക വിഭാഗം ഉണ്ടാക്കണം. അത് മറ്റ് സ്റ്റേറ്റുകളിൽ നിന്നോ അല്ലെങ്കിൽ വേറെ പോലീസിൽ നിന്ന് എഫിഷ്യൻ്റ് ആയിട്ടുള്ള, കേരള പോലീസിനെ മൊത്തം അപേക്ഷിക്കേണ്ട കാര്യമില്ല. പോലീസിലും എഫിഷ്യൻ്റ് ആയിട്ടുള്ള അതിലൊരു രാഷ്ട്രീയ ഇടപെടലും ഇല്ലാതെ പോലീസ് അതിക്രമങ്ങൾക്ക് നീതി 2-3 കാര്യങ്ങളിൽ ഒരു നിയമം നടപ്പിലാക്കിയാൽ ഇവരെല്ലാം മര്യാദക്കാരനായിട്ട് വരും. ഇപ്പം തന്നെ അത് കഴിയുമ്പോൾ 25 ലക്ഷം 50 ലക്ഷം എനിക്ക് പോലീസുകാരെ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. ഒരു കേസിൽ പ്രതിയായ കാല് പിടിക്കാൻ പോകും, വക്കീലിനെ കാണാൻ പോകും. നിങ്ങൾ ഒന്ന് പറഞ്ഞു ഒതുക്കണം, എന്ത് വേണോ ചെയ്യാം. എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്? അവിടെ ഭാവി ജീവിതം സുഖകരമല്ലാവും എന്നുള്ളതുകൊണ്ട്. അത് എത്രയും പെട്ടെന്നാക്കി കൊടുത്താൽ അങ്ങനെ 2-3 കാര്യങ്ങൾ ചെയ്യാൻ ഭരണകൂടത്തിന് കഴിഞ്ഞാൽ, സമൂഹത്തിന് കഴിഞ്ഞാൽ, ഇത് ഒറ്റപ്പെട്ട സംഭവം എന്ന് പറഞ്ഞാൽ ശരിയാണ്. ഓരോരുത്തരും ഇതിനു വേണ്ടി ഇറങ്ങി തിരിച്ച് ജീവിതം. ഈ അടുത്ത കാലത്ത് ഒരു ഇൻ്റർവ്യൂ ഞങ്ങളുടെ ഒരു വ്യവസായി, എൻ്റെ ജീവിതം പോട്ടെ, പാഴായി പോട്ടെ, ഒരു മിലിറ്ററിക്കാരൻ, എൻ്റെ ജീവിതം പോട്ടെ, എൻ്റെ ബിസിനസ് എല്ലാം പോട്ടെ, എങ്കിലും ഞാൻ ഈ സമൂഹത്തിൽ ഇവർക്കെതിരെ ഫൈറ്റ് ചെയ്യും എന്ന് പറഞ്ഞ് ഇറങ്ങി തിരിച്ചു. അങ്ങനെ നെഞ്ച് നിവർത്തി 2 ആളെ ഇറങ്ങി നിന്നാൽ താഴെ വരുന്ന കാര്യങ്ങളേ ഉള്ളൂ. എല്ലാ ഉദ്യോഗസ്ഥന്മാരും നമുക്കറിയാം. പക്ഷെ അവരെല്ലാം ആർക്ക് വേണ്ടിയിട്ടാണ് പ്രവർത്തിക്കുന്നത്? ഇവർ ജനങ്ങൾക്ക് വേണ്ടിയിട്ട് പ്രവർത്തിക്കുന്നത്, ജനങ്ങളുടെ സംരക്ഷകരാണ്. പക്ഷെ അവർ ചെയ്യുന്ന പ്രവർത്തികളിൽ ഒരു മനസ്സാക്ഷിക്ക് തിരക്കാത്തതാണ് ഓരോ ദിവസവും കാണുന്നത്. എന്താ തെറ്റ് ചെയ്തത്? ചെറിയൊരു ചോദ്യം ചെയ്യും, നിങ്ങൾക്ക് അങ്ങനെ ചെയ്യാൻ എന്താണ് അവകാശം? എൻ്റെ അവകാശത്തെ ചോദ്യം ചെയ്തു കൊണ്ടിട്ടങ്ങോട്ട് ഇടിക്കുക. ഉടുപ്പ്, തുണി, വസ്ത്രം. ഇപ്പോൾ ഒരു പൊതുപ്രവർത്തകരെ ഈ മാസ്ക് ധരിച്ച് വേറെ രാഷ്ട്രീയ പ്രവർത്തകനെ ആരാണ്, എൻ്റെ രാഷ്ട്രീയമൊന്നുമായിട്ട് വിശ്വാസമുള്ള ആരാണ്, എങ്കിലും അത് ചെയ്യാൻ പാടുണ്ടോ? അപ്പോൾ അടിയന്തരാവസ്ഥയുടെ നാളുകളിലേക്കാണ് നമ്മൾ ഇപ്പോഴും. അടിയന്തരാവസ്ഥയ്ക്ക് അന്ന് ഏകാധിപത്യത്തിൻ്റെ ഒരു സ്ത്രീരൂപമായിരുന്ന ശ്രീമതി ഇന്ദിരാഗാന്ധി അധികാരത്തിൽ ഇതൊക്കെ ചെയ്തിട്ട് ഈ അധികാരം വിട്ടൊഴിഞ്ഞ് സാധാരണ പൗരൻ്റെ ഒരു പരിമിതിക്കുള്ളിൽ വന്ന് നിന്നപ്പോൾ നമ്മൾ കണ്ടല്ലോ, അദ്ദേഹം മറ്റേ റോഡിലൊക്കെ കലങ്ങിച്ചെന്നിരിക്കേണ്ടി വന്നു. അപ്പോൾ അങ്ങ് ഇരിക്കേണ്ടി വന്നപ്പോൾ നമ്മൾ കണ്ടത് ജനാധിപത്യത്തിൻ്റെ ശക്തിയാണ്, കരുത്താണ്. ആരെങ്കിലും അബദ്ധസഞ്ചാരം നടത്തിയാൽ
അധികാര ദുർവിനിയോഗം നടത്തിയാൽ ജനാധിപത്യത്തിൽ അവരെ കൊണ്ട് കണക്ക് പറയിക്കുവാനുള്ളൊരു ശക്തി ജനങ്ങൾക്കുണ്ട്. അത് മനസ്സിലാക്കിയാൽ നന്ന്. അത്രേ ഉള്ളൂ. ഈ ജനങ്ങളിൽ ഒരു മൂവ്മെൻറ്റിലേക്ക് പോയാൽ നമുക്ക് പിടിച്ചിരിക്കാൻ കഴിയില്ല. ഒരു ഭരണകൂടത്തിനും നിയന്ത്രിക്കാൻ കഴിയില്ല. അപ്പോൾ എല്ലാവരും ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം ലോ അബൈഡിങ് സിറ്റിസൻസ് ആണ്. അവർക്ക് നിയമം, കുറച്ചാളുകൾ ക്രിമിനൽ ഇതുണ്ട്, അവരെ നിയന്ത്രിക്കാനാണ് ഇവരെ വിട്ടയ്ക്കുന്നത്. പക്ഷെ ആ ക്രിമിനലുകളുമായി ഇവർ ചങ്ങാത്തം വയ്ക്കുകയും അവർക്ക് വേണ്ട സൗകര്യം ചെയ്തു കൊടുക്കുകയും അവരെ പാർട്ടിയിൽ പങ്കെടുക്കുകയും അവർ കൊടുക്കുന്ന വാഹനം ഉപയോഗിച്ച് യാത്ര ചെയ്യുകയും അവർ കൊടുക്കുന്ന സുഖസൗകര്യങ്ങളിൽ യാത്ര ചെയ്യുകയും ടൂർ പോവുകയും പിക്നിക്ക് പോവുകയും ചെയ്യുകയും സാധാരണക്കാരായ പൗരന്മാർ നിയമപരമായിട്ട് എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യുമ്പോൾ അവരെ ക്രൂരമായി പെരുമാറുന്ന കുറച്ചാളുകൾ ഈ പോലീസിൽ ചില പുഴുക്കുത്തുകളുണ്ട്. അത് നിയന്ത്രിക്കുകയാണ് നല്ലത്. അതല്ല എങ്കിലും വലിയ അപകടകരമായ ഒരവസ്ഥയിലേക്ക് പോകും. അതുകൊണ്ട് ഈ പോലീസിൻ്റെ അക്രമത്തിൻ്റെ ഇരയായ ആളുകൾ ഭരണത്തിൽ ഇരിക്കുമ്പോഴെങ്കിലും അത് ഒന്ന് ശ്രദ്ധിക്കുന്നതല്ല. എൻ്റെ അഭിപ്രായം ഒരു പുതിയ നിയമം വേണം. പോലീസ് കംപ്ലൈൻറ്റ് അതോറിറ്റിക്ക് പല്ലും നഖവും കൊടുക്കണം. പുതിയ ഒരു സംവിധാനം വേണം. ഇത്ര പീരീഡ് നിശ്ചയിച്ച് ഇത്ര കാലത്തിനകത്ത് പോലീസ് അട്രോസിറ്റി ഇടയാകുന്ന ആൾക്ക് നീതി ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് കാണാം. അതായത് സുപ്രീം കോടതി നല്ല ഉദ്ദേശത്തിൽ പറഞ്ഞാണ് CCTV ആരും ഓട്ടോമാറ്റിക്കായിട്ട് ചെയ്യരുത് എന്ന് പറഞ്ഞത്. CCTV തന്നെ മിന്നലടിച്ചു പോയാൽ പിന്നെ ഒന്നും ചെയ്യാൻ പറ്റൂലല്ലോ. അല്ല, ഇടിപെട്ടി തകർന്നു പോയാൽ പിന്നെ CCTV ഒന്നും ചെയ്യാൻ പറ്റില്ല. അങ്ങനെ ഒരുപാട് ഇടിപൊട്ടും. അപ്പോൾ കറണ്ട് ഓഫ് ചെയ്യേണ്ടി വരും. ട്രാൻസ്ഫോമർ ഓഫ് ചെയ്താൽ തകരാറ് വന്നാൽ, അല്ലെങ്കിൽ മെയിൻ സ്വിച്ച് ഓഫ് വന്നാൽ പിന്നെ പറയാൻ പറ്റും. ടെക്നിക്കൽ ഗ്രൗണ്ട് പോലീസ് സുപ്രീം കോടതി ഇനി മോണിറ്റർ ചെയ്യാൻ വന്നാൽ പറയും ടെക്നിക്കൽ ഗ്രൗണ്ട് അന്ന് പവർ കട്ടായിരുന്നു എന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യാൻ പറ്റും? അപ്പോൾ പിന്നെ ഈ പോലീസ് സ്റ്റേഷനിൽ വന്നാലല്ലേ CCTV കിട്ടൂ. രാവിലെ അറസ്റ്റ് ചെയ്ത് വൈകിട്ട് വരെ നഗരത്തിൽ യാത്ര ചെയ്താലോ? ഒരുപാട് ലൂപ്പുകളുണ്ട്. അതല്ല ഇത് ചെയ്യേണ്ടത്. മനോഭാവത്തിൽ മാറ്റം വരണം. സൂപ്പർവൈസിങ് ഉദ്യോഗസ്ഥന്മാർക്ക് ഇതേപോലുള്ള ഒരു സംഭവം നടന്നാൽ നടപടി സ്വീകരിച്ചില്ലെങ്കിൽ അതിന് ഈ സൂപ്പർവൈസിങ് ഉദ്യോഗസ്ഥന്മാർ ലയബിളാണ്. അവർക്ക് ശിക്ഷ തന്നെ കൊടുക്കാനായിട്ട് നടപടികൾ നമ്മൾ നിയമത്തിലുണ്ടാക്കിയ സത്യമാണ്. അത് ഏത് രീതിയിലായാലും. ഇപ്പോൾ ഞാൻ ചോദിക്കട്ടെ, ഇപ്പോൾ ഈ ഡിപ്പാർട്ട്മെൻറ്റിൽ കീഴുദ്യോഗസ്ഥ മോശമായിട്ട് കാര്യങ്ങൾ നടന്ന് നടപടിയെടുത്തില്ലെങ്കിൽ മേലുദ്യോഗസ്ഥനെതിരെ നടപടികൾ സ്വീകരിക്കുന്നില്ലേ? എൻ്റെ പോലീസിൽ സ്റ്റേഷനിൽ ഇടി നടന്നാൽ അവിടുത്തെ സുപ്രീം ഓഫീസർ DOSPക്കോ SP-ക്കോ നടപടി വരുന്നില്ല. അയാൾ വരികയില്ലയോ എന്നുള്ളത് രണ്ടാമത്തെ പ്രശ്നം. എന്തേ നടപടി സ്വീകരിക്കുന്നില്ല? മറ്റ് ഡിപ്പാർട്ട്മെൻറ്റുകളിലൊക്കെ അത് ചെയ്യുന്നുണ്ടല്ലോ. സൂപ്പർവൈസറി പവർ നിങ്ങളുടെ മേൽനോട്ടത്തിലാണ്, നിങ്ങൾ ചെയ്യുന്നത്. ഇപ്പോൾ എന്തെങ്കിലും മറ്റേ ഒരു കുളം ഒരിടത്തുണ്ട്, കൈവരി കെട്ടിയില്ല, ആൾ വീണ് മരിച്ചു. അവിടെ വസ്തുവിൻ്റെ ഓണർ ആരാണെന്ന് നോക്കിയിട്ട് നടപടി എടുക്കില്ലേ? അവന് നരഹത്യ അല്ലാത്ത കൊലപാതകമല്ലാത്ത നരഹത്യക്ക് കേസ് എടുക്കില്ലേ? എന്താ എടുക്കണം? മറ്റു കാര്യങ്ങളൊക്കെ എടുക്കുമല്ലോ. പോലീസിൽ അത് ചെയ്യുന്നത്. കസ്റ്റഡി പെടുന്ന വന്നാൽ DGP പ്രതിയാവണം. കാര്യം സൂപ്പർവൈസറി പവർ ഉണ്ടായാൽ ലൈബിലിറ്റി ഉണ്ട്. അപ്പം അങ്ങനെ ഒരു രീതി വന്നു കഴിഞ്ഞാൽ താഴെയുള്ള ഇപ്പോൾ മുകളിൽ ഉദ്യോഗസ്ഥന്മാർ ഇത് പ്രതിയാവും. അല്ലെങ്കിൽ ഈ നേരിട്ടായാലും ഇൻവോൾവ്മെൻ്റ് ഇല്ലെങ്കിലും ലൈബിലിറ്റി, പീനൽ ലൈബിലിറ്റി വരും എന്നൊരു നിലപാട് വരട്ടെ. എന്നാലേ നന്നാവുള്ളൂ. ഓക്കെ സാർ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.